വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് ത്രൂപുട്ട് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അളക്കുന്ന ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ കൺസ്ട്രെയിൻസ് അഥവാ ബോട്ടിൽ നെക്ക് എന്നാണ് അതിനെ അറിയപ്പെടുക. ആ ബോട്ടിൽ നെക്കിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ ത്രൂപുട്ട് അത് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് സ്ഥാപനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയലിനെ മാത്രമാണ് ഒരു ട്രൂ വേരിയബിളായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അല്ലാത്തതെല്ലാം പീരിയഡ് കോസ്റ്റ് അഥവാ ഫിക്സഡ് കോസ്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുൻ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ലിങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂപുട്ട് അതുപോലെ തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് തമ്മിലുള്ള കമ്പാരിസൺ, അതിൻ്റെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് അത് ഡിഫറൻഷ്യേറ്റ് ആയി നിൽക്കണേ എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് പോവാം. ത്രൂപുട്ട് കോസ്റ്റിംഗ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ആൾസോ നോൺ ആസ് സൂപ്പർ വേരിയബിൾ കോസ്റ്റിംഗ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേരും കൂടി ഉണ്ട്, അത് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. സൂപ്പർ വേരിയബിൾ കോസ്റ്റിംഗ് എന്താണ്? ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണോ പറഞ്ഞത്, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും. ത്രൂപുട്ട് കോസ്റ്റിംഗ് കൺസിഡേഴ്സ് only direct materials are true variable cost and other remaining costs are period cost to be charged in the period in which they are incurred. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയലിനെ മാത്രം ട്രൂ വേരിയബിളായിട്ട് കണ്ടുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കോസ്റ്റും പീരിയഡ് കോസ്റ്റ് അഥവാ ഫിക്സഡ് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് സംവിധാനം, അത് തന്നെയാണ് ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ത്രൂപുട്ട് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണുള്ളത്, അത് നമ്മൾ ഒരു കണക്കെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ ആ കണക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ആ കണക്കിൽ തന്നെ എന്തുണ്ട്, ത്രൂപുട്ട് കോസ്റ്റിങ്ങിൻ്റെയും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെയും ഫോർമാറ്റും നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ: The following performance statistics are extracted from the records of a company which has just completed first year of its operation. അപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു കമ്പനി, അതിൻ്റെ ഒരു പെർഫോമൻസ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് തരുന്നത്. കുറച്ച് ഇൻഫോർമേഷനാണ് നമുക്ക് പാസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് പ്ലാൻഡ് ഔട്ട്പുട്ട് 1,00,000 യൂണിറ്റ്സ് ആണ്. അവർ പ്ലാൻ ചെയ്തിരുന്ന യൂണിറ്റ്സ് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. ആക്ച്വൽ ഔട്ട്പുട്ട് 1,00,000 യൂണിറ്റ്. അപ്പോൾ ആക്ച്വൽ എത്ര തന്നെയാണ് ഉണ്ടായത്? 1,00,000 യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല, പ്ലാൻ ചെയ്ത അതുപോലെ തന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് സംഭവിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഇൻഫോർമേഷൻ, സെയിൽസ് 90,000 യൂണിറ്റ്സ് അറ്റ് ₹80 പെർ യൂണിറ്റ് എന്നാണ് പറഞ്ഞത്. സെയിൽസ് 90,000 യൂണിറ്റ്സ്. ആക്ച്വൽ ഔട്ട്പുട്ട് 1,00,000 യൂണിറ്റ്സ്. 1,00,000 യൂണിറ്റ്സാണ് യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിറ്റ്. അതിൽ സെയിൽസ് എത്രയാണ്? 90,000 യൂണിറ്റ്സാണ്. അപ്പോൾ എത്ര അവിടെ ബാക്കിയുണ്ട്? ഒരു 10,000 യൂണിറ്റ്സ് അവിടെ എന്തുണ്ട്, അവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. അതായത് അത് ഫിനിഷ്ഡ് ഗുഡ്സാണ്, അത് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് അവിടെ നിന്നാണ് റിമൈനിങ്, അത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അൺസോൾഡ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അൺസോൾഡ് ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഈ അൺസോൾഡ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ സിംപ്ലി നോൺ ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇതിന്നൊരു കാര്യം കൂടി നമുക്ക് പുതിയതായി കിട്ടി. അവിടെ ഒരു 10,000 യൂണിറ്റ് എന്തുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 15. അപ്പോൾ ഒരു യൂണിറ്റിന് 15 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,00,000 ഇൻറ്റു 15 അത്രയും മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 4,00,000 ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എക്സ്പെൻസ് 6,00,000 ആണ്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എക്സ്പെൻസ്
20 lakh. വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ₹10 പെർ യൂണിറ്റ്. അത് യൂണിറ്റിലാണത്. ഒരു യൂണിറ്റിന് 10 രൂപ. ഓക്കെ. അതുപോലെ തന്നെ ഫിക്സഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് ഓവർ ഹെഡ് 10 lakh. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് പറഞ്ഞെന്താണ്, പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് കോസ്റ്റിംഗ്. സോ ആദ്യം നമുക്ക് ഈ ഒരു കണക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് പ്രകാരം എങ്ങനെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നോക്കുക. ഇത് നമ്മൾ പറയുമ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ എഴുതി എടുക്കുക. ഇത് തന്നെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഈ കണക്കിന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 2 ഔട്ടർ കോളം കൊടുക്കണം. ഇതാണ് ഒരു പർട്ടിക്കുലേഴ്സ് എന്ന രീതിയിൽ ഒരു ഭാഗം കൊടുക്കുക. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ആദ്യം സെയിൽസ് കൊടുക്കണം. സെയിൽസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 90,000 യൂണിറ്റ്സാണ് സെയിൽസ് നമ്മൾ പറഞ്ഞു. 1,00,000 യൂണിറ്റ്സ് ഔട്ട്പുട്ട് ഉണ്ട്. അതിൽ 90,000 യൂണിറ്റാണ് വിൽക്കുന്നത്. അത് 80 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 8, 9, 72 ലക്ഷം സെയിൽസാണ്. ഇതാണ് ഔട്ടർ കോളത്തിൽ കിടക്കട്ടെ. ഈ സെയിൽസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഓപ്പണിംഗ് കോസ്റ്റ് ഉണ്ടോ നോക്കണം. ഓപ്പണിംഗ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ ഒരു ഐഫട്ട് കൊടുത്തു. ഈ ഓപ്പണിംഗ് കോസ്റ്റിനോട് കൂടി മാനുഫാക്ചറിങ് കോസ്റ്റ് അഥവാ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യണം. ഈ മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ലാബ്, ഓവർ ഹെഡ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, അല്ലേ? ബാക്കിയുള്ളതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? മാനുഫാക്ചറിങ് എക്സ്പെൻസാണ്. അതാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. നോക്കൂ, മാനുഫാക്ചറിങ് കോസ്റ്റിൽ ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ 10,000 ആണ് എഴുതി. 10,000 അല്ല, 1 lakh യൂണിറ്റിൻ്റെ 1,00,000 യൂണിറ്റ് ഉണ്ടല്ലോ. ആ 1,00,000 യൂണിറ്റിന് ഇൻറ്റു ₹15. അത് തിരുത്തട്ടോ, ഒരു 0 കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. 1,00,000 യൂണിറ്റാണ് ഇൻറ്റു ₹15. ഒരു യൂണിറ്റിന് 15 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. അങ്ങനെ മൊത്തം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? 15 ലക്ഷം. പിന്നെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നു 4 lakh. വേരിയബിൾ ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് 6 lakh. ഫിക്സഡ് ഓവർഹെഡ് ഒക്കെ മാനുഫാക്ചറിംഗായിട്ട് ബന്ധപ്പെട്ടാണ് 20 lakh. ഇത്രയും കാര്യങ്ങളാണ് എന്ത് മാനുഫാക്ചറിങ് കോസ്റ്റായിട്ട് വരുന്നത്. ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് മുഴുവനായിട്ടും കൂട്ടി ഈ 15 ലക്ഷം, 4 ലക്ഷം, 6 ലക്ഷം, 20 ലക്ഷം, അപ്പോൾ മൊത്തം എത്രയുണ്ട്? 45 ലക്ഷം കിട്ടി. ഇതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. 45 ലക്ഷമാണ്. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ പ്രധാനമായിട്ടുള്ള അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ത്രൂപുട്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഏതിൻ്റെ പുറത്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ പുറത്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ 45 ലക്ഷം ഉണ്ടല്ലോ. ഇതിന് എന്ത് ചെയ്യണം? നമ്മളടുത്തായിട്ട് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര യൂണിറ്റാണ് നമ്മൾ പറഞ്ഞു? 1,00,000 യൂണിറ്റിൽ 90,000 യൂണിറ്റ് മാത്രമാണ് വിൽക്കുന്നത്. അവിടെ 10,000 യൂണിറ്റ് എന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, 10,000 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കോസ്റ്റ് നമുക്കായിട്ടില്ല. ആ 10,000 യൂണിറ്റിനെ നമ്മൾ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം, അല്ലേ? പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കിട്ടിയില്ല. ആ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇതൊരു നമ്മൾ പ്രധാനമായിട്ട് നമ്മളൊരു ജോലി. സോ എങ്ങനെ നമുക്ക് ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടെത്താമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ 45 ലക്ഷം ഇതാണ് ഡിവൈഡഡ് ബൈ ഈ 45 ലക്ഷം എന്ന് പറയുന്നത് എത്ര യൂണിറ്റിനാണ്? 1,00,000 യൂണിറ്റാണ്. അപ്പോൾ 45 ലക്ഷം ഡിവൈഡഡ് ബൈ 1 lakh യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ 45 ലക്ഷം ഡിവൈഡ് ബൈ 1 lakh യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 45 രൂപയാണ് കിട്ടുക. ഇൻറ്റു എന്താണ്?
10,000 യൂണിറ്റ് ആണല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇൻറ്റു 10,000 യൂണിറ്റ്സ്, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,50,000. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കായ 10,000 യൂണിറ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ₹45. ഈ 45 ലക്ഷത്തിൽ നിന്ന് 4,50,000 കുറച്ചാൽ 40,50,000, 40,50,000. ഇത് നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഈ 40,50,000 നമ്മളെന്താണ് ഈ ഒരു സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് 31,50,000 GP. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മറ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് കണ്ടോ? വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് വേരിയബിൾ ആയിട്ടുള്ളത് ₹10 പെർ യൂണിറ്റും, ഫിക്സഡ് നേരിട്ട് തന്നിട്ടുണ്ട് 10 ലാഖും. അപ്പോൾ ഫിക്സഡ് ഓവർ ഹെഡ് നമുക്ക് നേരിട്ട് എന്താണ് അതിൻ്റെ കോസ്റ്റ് തന്നെ നേരിട്ട് എഴുതാം 10 ലാഖ്. ഇവിടെ വേരിയബിൾ ആണെങ്കിൽ ₹10 പെർ യൂണിറ്റ് എന്നാണ് യൂണിറ്റ് കോസ്റ്റാണ് തന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇവിടെ എത്ര കൊണ്ട് കുടിക്കണം നോക്കൂ. സെല്ലിംഗ് എന്നാണ് പറഞ്ഞത്. സെയിൽസ് എത്ര നടക്കുന്നത്? 90,000 യൂണിറ്റാണ്. അപ്പോൾ 90,000 ഇൻറ്റു ₹10 പെർ യൂണിറ്റ്. അപ്പോൾ 90,000 ഇൻറ്റു 10 പറയുമ്പോൾ 9 ലക്ഷം. ഓക്കെ, സോ വേരിയബിൾ 9 ലക്ഷം, ഫിക്സഡ് 10 ലക്ഷം. അപ്പോൾ ടോട്ടൽ 19 ലക്ഷം. ഈ ഒരു 31,50,000 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കി കിട്ടുന്നതാണ് 12,50,000. ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇങ്ങനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് പ്രകാരം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുക. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്തത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ത്രൂപുട്ട് കോസ്റ്റിംഗ്. അതും കൂടിയും പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, യെസ്, ത്രൂപുട്ട് കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ തുടക്കമൊക്കെ ഒരുപോലെ തന്നെയാണ്. സെയിൽസിൽ തുടങ്ങുന്നു 72 ലാഖ്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളെന്താണ് അടുത്തതായിട്ട് തുടങ്ങണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല നമുക്കറിയാം, അതുകൊണ്ട് അവിടെ നമ്മൾ തൽക്കാലം ഒരു ഐഫോൺ ഇട്ടു. പിന്നീട് ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി മെറ്റീരിയൽ കോസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അബ്സോർപ്ഷൻ കോസ്റ്റിൽ നിങ്ങൾ ചെയ്തപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് മൊത്തമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിനോടുകൂടി ആഡ് ചെയ്തിരുന്നു. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും ഓവർഹെഡും ഒക്കെ അതിൽ നിന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ്. ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ എന്താണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിനോടുകൂടി ആഡ് ചെയ്യേണ്ടത്. അതിൽ നിന്നും എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. മെറ്റീരിയൽ കോസ്റ്റ് നമുക്കറിയാം 1 ലാഖ് യൂണിറ്റിന് പെർ യൂണിറ്റ് കോസ്റ്റ് 15 വെച്ചിട്ട് 15 ലക്ഷം അല്ലേ. ഇനി അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അതിലാണ് ത്രൂപുട്ട് കോസ്റ്റിങ്ങിലും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിരുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ ബേസിലായിരുന്നു. എന്നാൽ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഇത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പുറത്താണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 യൂണിറ്റാണ് നമുക്കറിയാം. അതിൽ മെറ്റീരിയൽ കോസ്റ്റ് അത് നമുക്ക് അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട് 15. അപ്പോൾ ആ 15 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് 10,000 ഇൻറ്റു 15 1,50,000. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിൽ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ദെൻ നമുക്ക് എന്ത് കിട്ടും? 15 ലക്ഷത്തിൽ നിന്നും 1,50,000 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 13,50,000. ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ സംഭവം. അത് നേരിട്ട് നമുക്ക് എന്തെന്ന് കുറയ്ക്കാം? സെയിൽസിൽ നിന്നും കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതിനെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്യുക. 58,50,000. ഇനി അതിൽ നിന്നും നിങ്ങൾ ബാക്കിയുള്ള എല്ലാ അതർ എക്സ്പെൻസും നിങ്ങൾ കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് എടുത്തത്, അതല്ലാത്ത എല്ലാം കുറയ്ക്കാം. ഡയറക്റ്റ് ലേബർ, വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഫിക്സഡ് മാനുഫാക്ചറിങ് കോസ്റ്റ്, വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ്, അതുപോലെ തന്നെ ഫിക്സഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കണക്കിൽ വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ എമൗണ്ട് കംപ്ലീറ്റ് നമ്മൾ എടുത്തു. ഓക്കെ, അത് വീണ്ടും ഈ 58,50,000 നിന്നും കുറച്ചു.
ഇതിൻ്റെ ഒരു ടോട്ടൽ എമൗണ്ട് പറയുന്നത് 49 ലക്ഷമാണ്. അപ്പോൾ ഈ 49 ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 9,50,000. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ത്രൂപുട്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിലുള്ള ഒരു വ്യത്യാസം. വേണമെങ്കിൽ നമുക്കൊരു കമ്പാരിസണൊക്കെ നടത്തി നോക്കാം. രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നിട്ടുണ്ട്, അബ്സോർപ്ഷനും ത്രൂപുട്ടും. കണ്ടില്ലേ, ഇവിടെ സെയിൽസ്, ഇവിടെയും സെയിൽസ് ഉണ്ട്, ഓപ്പണിംഗ് കോസ്റ്റ് ഉണ്ട്, ഓപ്പണിംഗ് കോസ്റ്റ്. ദെൻ ഓപ്പണിംഗ് കോസ്റ്റിനോട് മാനുഫാക്ചറിങ് കോസ്റ്റാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ പുറത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇവിടെ അതിന് ആൻസറിനെ നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും. പിന്നെ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുക. ഇവിടെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അവസാനം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇവിടെ എടുക്കാത്ത, ഇവിടെ മെറ്റീരിയൽ മാനുഫാക്ചറിങ് കോസ്റ്റ് കംപ്ലീറ്റ് പോയില്ലല്ലോ, ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിങ് മാത്രമാണ്. അത് ഇവിടെ എന്താണ് കൂട്ടിയിട്ട് കുറയ്ക്കും. എന്നാൽ ഇവിടെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ നിന്നും മെറ്റീരിയൽ കോസ്റ്റ് അല്ലാത്ത മുഴുവൻ കോസ്റ്റും ഒരുമിച്ച് എന്ത് ചെയ്യും, എഴുതിയിട്ട് ഇവിടെ കുറയ്ക്കും. ഓക്കെ, സോ നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലും ത്രൂപുട്ട് കോസ്റ്റിങ്ങിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ദെൻ ത്രൂപുട്ട് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിൽ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ത്രൂപുട്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ട്രീറ്റഡ് ആസ് പ്രോഡക്റ്റ് കോസ്റ്റ്. പ്രോഡക്റ്റ് കോസ്റ്റായിട്ട് ഡയറക്റ്റ് മെറ്റീരിയലിനെ മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കി ഉള്ളതെല്ലാം എന്താണ്, പീരിയഡ് കോസ്റ്റാണ്, അഥവാ ഫിക്സഡ് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് ആർ ട്രീറ്റഡ് ആസ് പ്രോഡക്റ്റ് കോസ്റ്റ്. ഇവയെല്ലാം എന്താണ്, പ്രോഡക്റ്റ് കോസ്റ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാണ്. ഇനി രണ്ടാമത്തെ വ്യത്യാസം, ഓൾ കോസ്റ്റ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലാത്ത എല്ലാം എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിലേക്ക് വരുമ്പോൾ ഓൺലി സെല്ലിങ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ്. ഫാക്ടറി ഓവർഹെഡ് വെദർ ഫിക്സഡ് ഓർ വേരിയബിൾ ആർ ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ഓർ പ്രൊഡക്റ്റ് കോസ്റ്റ്. ഓക്കെ, then മൂന്നാമത്തെ ഒരു വ്യത്യാസം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനുള്ള വ്യത്യാസമാണ്. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ വാല്യൂ ചെയ്യുക, എന്നാൽ ഇവിടെ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ പുറത്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിൽ വാല്യൂ ചെയ്യുക. ദെൻ ഫൈനലി വേണമെങ്കിൽ നമുക്കൊരു വ്യത്യാസം കൂടിയൊക്കെ പറയാം. വെൻ ക്വാണ്ടിറ്റി സോൾഡ് ലെസ് ദാൻ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ദി പ്രോഫിറ്റ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്, താഴ്ന്നു കാണും. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും പറയാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്രധാനമായിട്ട് 2-3 വ്യത്യാസങ്ങൾ നിങ്ങൾ ത്രൂപുട്ട് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിൽ മനസ്സിലാക്കിയിടുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേസ് ടു ഇംപ്രൂവ് ത്രൂപുട്ട്. ഇപ്പോൾ കമ്പനിയുടെ ഒരു പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് റിവ്യൂ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ എന്നുള്ളതാണ്. അതായത് നിലവിലെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ആ സ്ഥാപനത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എന്താണ് കൊണ്ടുവരാൻ പറ്റില്ല. വി കനോട്ട് മേക്ക് എനി ഇമ്പ്രൂവ്മെൻറ്റ് ഇഫ് വി ഡോണ്ട് നോ ഹൗ അവർ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനമായിട്ട് ഒരു ഘടകമാണ്. ഉദാഹരണത്തിന് ലേബർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ് ലേബേഴ്സ് ഇൻ ദിയർ റൈറ്റ് പൊസിഷൻ ഈസ് ദെയർ ആർ ഇൻ ദി റൈറ്റ് പൊസിഷൻ. അവരൊക്കെ അവരുടെ റൈറ്റ് പൊസിഷനിൽ തന്നെയാണോ നിൽക്കുന്നത്?
അവർ ട്രെയിൻഡ് ആണോ സ്കിൽഡ് ആണോ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റാഫൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വർക്ക് പ്ലാന് ഇതിനൊക്കെ കുറിച്ച് അവർക്കൊക്കെ ധാരണ ഉണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഡസ് അവർ സ്റ്റാഫ് ക്ലിയർലി നോസ് അവർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വർക്ക് പ്ലാൻ? ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ എക്യുപ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ എക്യുപ്മെൻ്റൊക്കെ വെൽ റിപ്പയർഡ് ആണോ? ഈസ് ഓൾ അവർ എക്യുപ്മെൻറ്റ് ഇൻ ഗുഡ് റിപ്പയർ? അതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് കറൻറ്റ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആണോ? ഈസ് ദിസ് ടെക്നോളജി ഈസ് സ്യൂട്ടബിൾ ടു അവർ കറൻറ്റ് നീഡ്സ്? ഓക്കെ, ദെൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു പ്രോസസ്സിങ്ങിൽ കാര്യമായിട്ട് വരുന്നത് നമ്മുടെ ബോട്ടിൽ നെക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മളെ ബോട്ടിൽ നെക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഹൗ ക്ലിയർലി ഐഡൻറ്റിഫൈ ദി ബോട്ടിൽ നെക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ റിവ്യൂ നടത്തണം. എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ നടത്തണം. ദെൻ സെക്കൻഡ്, എലിമിനേറ്റ് ബോട്ടിൽ നെക്ക്. നമ്മൾ പറഞ്ഞു ബോട്ടിൽ നെക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, ഐഡൻറ്റിഫൈങ് ബോട്ടിൽ നെക്ക് ആൻഡ് എലിമിനേറ്റ് ഇറ്റ്. അപ്പോൾ അത് ബോട്ടിൽ നെക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദെൻ 3, റെഡ്യൂസ് എക്യുപ്മെൻറ്റ് ഡൗൺ ടൈം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഒരു സ്ഥാപനത്തിൽ ഒരു മെഷീനറിയൊക്കെ ബ്രേക്ക് ഡൗൺ കാണിക്കുക, അപ്പോൾ ഒരുപാട് സമയം നമുക്കവിടെ വേസ്റ്റാവും. സമയം വേസ്റ്റാകുന്ന ഒരുപാട് എംപ്ലോയീസുടെ വർക്ക് എന്താണ് അവിടെ സ്റ്റോപ്പ് ആയിക്കാണ്. സോ അതുവഴി ഒരുപാട് ഹ്യൂജ് ലോസ് നമുക്ക് സംഭവിക്കും. സോ പ്രധാനമായിട്ടും പറയുന്നത് ഡോണ്ട് ഡിലേ മെയിൻ്റനൻസ് എന്നാണ്. നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് ആയിട്ട് മുന്നോട്ട് പോകണം. പലപ്പോഴും അധിക സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇഗ്നോറിങ് റെഗുലർ മെയിൻ്റനൻസ് എന്നാണ്. പ്രോപ്പറായിട്ട് നമ്മളെ മെറ്റീരിയൽസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ഡിലേ മെയിൻ്റനൻസ്, അതിന് ഡിലേ വരുത്താൻ പാടില്ല. റെഡ്യൂസ് പാർട്സ് റിജക്ഷൻ റേറ്റ്. നമ്മൾ പറഞ്ഞു ഒരു കമ്പനി ഒരു 1 ഹവറിൽ ഇപ്പോൾ ഒരു 1000 പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. 1 ഹവറിൽ 1000 പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ഒരു 10% അതെന്താണ് റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ 1000ൻ്റെ ഒരു 10% എന്ന് പറയുമ്പോൾ എത്രയായി, 100 പാർട്സായി. ഈ 100 പാർട്സ് എന്താണ് ഒരു മണിക്കൂറിൽ റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളെന്താണ് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ലോസ് അവിടെ സംഭവിക്കും. സോ ഈ ത്രൂപുട്ട് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റിജക്ഷൻ റേറ്റില്ലേ അത് നമ്മൾ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് റെഡ്യൂസ് പാർട്സ് റിജക്ഷൻ റേറ്റ്. ദെൻ ഇംപ്രൂവ് എംപ്ലോയി ട്രെയിനിങ്. നമുക്കറിയാം ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, അവിടെ സ്വാഭാവികമായിട്ടും എന്താണ് വേസ്റ്റേജ് കുറവും. ഈ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഹ്യൂജ് വേസ്റ്റേജ് സംഭവിക്കുന്നത്. ആക്സിഡൻ്റൊക്കെ സംഭവിക്കാനുള്ള ചാൻസും കൂടുതലാണ്. സോ എംപ്ലോയീസിന് എപ്പോഴും എന്തായിരിക്കണം, നല്ല ട്രെയിനിങ് കൊടുക്കണം, സ്കിൽഡ് ആയിരിക്കണം. നെക്സ്റ്റ്, യൂസ് ഫാക്ടറി ഓട്ടോമേഷൻ. ഇപ്പോൾ നമ്മൾ എത്ര സ്കില്ലായിട്ടുള്ള എംപ്ലോയി ആണെങ്കിലും ശരി നിരന്തരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ക്ഷീണം വരും അല്ലേ. അപ്പോൾ എന്തോ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ്റെ ഒരു തോത് കുറയും. അത് മാത്രമല്ല ഇഞ്ചുറി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ആ ഒരു റിസ്ക്കും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക്കൊക്കെ നമ്മളെന്താണ് മെഷീൻ കൊണ്ട് ചെയ്യിക്കുക. ദെൻ അതുപോലെ തന്നെ ഇൻക്രീസ് മാനുഫാക്ചറിങ് സേഫ്റ്റി, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. സോ ദീസ് ആർ ദി വേസ് ടു ഇംപ്രൂവ് ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് വഴികളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ദിസ് ഈസ് ദി കൺക്ലൂഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു 4th മൊഡ്യൂൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പ്ലേലിസ്റ്റിൽ ഓർഡർ ബൈ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി വരുന്ന വീഡിയോസും നമ്മൾ എന്ത് ചെയ്യും, പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തും. ഓക്കെ, സോ ബൈ.